പടം നല്ല ഉഷാർ പടമല്ലേ? കാരണം നമുക്ക് ഇത്രയും പ്രായത്തിൽ ഇത്രയും ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര സംഭവട്ടാ. കാരണം ഇതിൽ ഡാൻസ് കണ്ടിട്ട് ദിലീപിന്റെ ഡാൻസ് കണ്ടപ്പോൾ തോന്നി, ജനപ്രിയതായതിൻ്റെ ഡാൻസ് ആയിട്ട് തോന്നി എനിക്ക്. ഇങ്ങനെ ആ സ്റ്റെപ്സ്, കാരണം ഇത് പക്ക ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ടർബോണിന് ശേഷം ഒരു സീരിയസ് സെന്റിമെന്റ്സ്, ലവ് ട്രാക്ക്, പിന്നെ കോമഡി എല്ലാം കൊണ്ട് തന്നെ വർക്കൗട്ടായി പോകേണ്ട മലയാള ചിത്രം തന്നെയാണ്. ഒരുപാട് പേര് ലാഗായിട്ട് പറയുന്നുണ്ട്, കൊള്ളില്ലെന്ന് പറയുന്നുണ്ട്. മലയാള സിനിമ കൊള്ളില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. നീയൊക്കെ ഒരു ഷൂട്ടിംഗ് കണ്ടിട്ട് വേണം സിനിമയെ പറ്റി കുറ്റം പറയാൻ. നമ്മൾ സിനിമ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ചോലോസ്കിൽ അഭിനയിച്ചപ്പോൾ എനിക്കറിയാം ഷൂട്ടിൻ്റെ അവസ്ഥ. കാരണം രാത്രി ഉറങ്ങിപ്പോയപ്പോൾ ഡയറക്ടർ ആയിക്കോറപ്പോൾ എനിക്കറിയാം സിനിമയുടെ ബുദ്ധിമുട്ട്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. കാരണം ഒരുപാട് ചേരുവകളുണ്ട്, ജോണേഴ്സ് ഉണ്ട്. കാരണം മമ്മൂക്ക എന്ന നടൻ എല്ലാ ജോണറും ഒരു എന്താ പറയുക, ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ എല്ലാ ചേരുവകളും വർക്കാറുണ്ട്. അതുപോലെ സിനിമ പ്രേസറിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചാണ് മമ്മൂക്ക പടം. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം മമ്മൂക്ക എല്ലാ പൈസയും പുള്ളിയുടെ സേവിങ് ചെയ്യും. എന്നാലും പൈസ അല്ല, പടം ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ എത്തിക്കുക എന്നുള്ള കാര്യം. പടത്തിൽ നിന്ന് മെസ്സേജ് ഉണ്ട്, പിന്നെ ഡിറ്റക്റ്റീവ് രീതി കാണിക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി സാറിനെ കുറച്ച് ഒപ്പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല.